ഇത് എന്താ തുമ്പി ഇത്? ഫാഷൻ പരേഡിനാണോ സ്കൂളിൽ പോണത്? ബോക്സിലെല്ലാം ഉണ്ടല്ലോ അല്ലേ? ഹോംവർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ? എക്സാം അല്ലേ? പഠിച്ചാ വല്ലതും? ഇന്നലെ കിരൺചേട്ടന്റെ അവിടെ പോയപ്പോഴത്തേക്ക് കിരൺചേട്ടൻ എനിക്കെല്ലാം പഠിപ്പിച്ചെന്നോ? ഓക്കെ. ഫുൾ മാർക്ക് വല്ലതും കിട്ടുമോ? എനിക്ക് ഫുൾ മാർക്ക് കിട്ടും. ഫുൾ മാർക്ക് കിട്ടിയ സൺഡേ ഞാൻ പലതും വാങ്ങിച്ചു തരും. ഞാൻ എന്തായാലും നല്ലോണം എഴുതും. ആണോ? ഓക്കെ. അതെ, അമ്മയ്ക്ക് ഇന്ന് PSCയുടെ ക്ലാസ് ഉള്ളതാ. അപ്പൊ ഇന്ന് കുറച്ച് ലേറ്റ് ആവും വരുമ്പോ. അപ്പൊ മോള് ഇന്ന് പ്രസാദ് അച്ഛന്റെ വീട്ടിൽ പോയിരിക്കണം. എന്നിട്ട് കിരൺ ചേട്ടനോട് നാളത്തെ എക്സാമിനുള്ളത് മുഴുവൻ പഠിപ്പിച്ചിടാൻ പറയണം. ഹിന്ദി അല്ലേ നാളെ? ഓക്കെ, പറയണം കേട്ടോ. ഇനി ഒന്നും വെക്കാനില്ലല്ലോ ബാഗില്? സെറ്റ് ആയില്ലേ? ഗുഡ് ഗേൾ. നന്നായിട്ടൊക്കെ പഠിക്കണം കേട്ടോ. വിനീതേ, പോണ്ടേ നിനക്ക്? ചേച്ചി പോവാണ്, ഇറങ്ങാൻ നിക്ക. തുമ്പിക്കുട്ടി എന്തിനാ ചേച്ചി ഇതൊക്കെ വാങ്ങിച്ചോണ്ട് വരണേ? ഇവളത് 2 ദിവസം കൊണ്ട് തീർക്കും. തിന്നാണോടി? എടി, ഇവളത് കഴിഞ്ഞ ആഴ്ച ചേട്ടനോട് പറഞ്ഞാ മേടിച്ചോണ്ടുവരാൻ. ഇന്ന് ഓർത്ത് മേടിച്ചോണ്ട് വന്നിട്ട് പറഞ്ഞു സ്കൂളിൽ പോകുന്നതിന് മുമ്പ് കൊണ്ടുകൊടുക്കാൻ. എന്തിനാണ് പ്രസാദ് അച്ഛൻ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? എന്തിനാടി കുഞ്ഞിനെ വഴക്ക് പറയുന്നത്? അവൾക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാലും ഞങ്ങൾ മേടിച്ചു കൊടുക്കും. അല്ലേ തുമ്പി മോളെ? നിങ്ങളിങ്ങനെ വഷളാക്കിയിട്ടാവണം. അതെ, ഇന്ന് എനിക്ക് PSCയുടെ ക്ലാസ് ഉണ്ടായിരുന്നു. കുറച്ച് ലേറ്റ് ആവും. നേരത്തെ ഇറങ്ങിയാലേ നേരത്തെ ഇറങ്ങാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ആ മാനേജർ വല്ല കൊന്നിഷ്ടൊപ്പിക്കും. ഞാൻ ഇറങ്ങട്ടെ? നീ കഴിച്ചിട്ട് പോകാൻ നോക്കും, ഞാൻ മോളെ വിട്ടോളാം. പോയിട്ട് വരാം. നോക്കിയാ ഫുഡ് കഴിക്കണേ. എന്തടി? എൻ്റെ തുമ്പി മോൾക്ക് 3 മാസം പ്രായമുള്ളപ്പോഴാ എന്നെ മോളെയും വിട്ടിട്ട് അയാൾ വേറൊരുത്തിയുടെ കൂടെ പോയത്. അന്ന് മുതൽ ഞാൻ എങ്ങനെയൊക്കെയാ ജീവിച്ചത് എനിക്ക് ഒരു ഐഡിയ ഇല്ല ചേച്ചി. എന്തൊക്കെ സഹിച്ചു ചേച്ചി. നിങ്ങളപ്പുറത്തില്ലായിരുന്നെങ്കിൽ എനിക്കറിയില്ല ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് എങ്ങനെയാ ജീവിക്കാന്ന്. എടി, നമ്മളൊരു കുടുംബം പോലല്ലേ ഇവിടെ ജീവിക്കുന്നത്. ഇത് ഞാൻ അയൽക്കാരിയായിട്ടാണോ കണ്ടേക്കുന്നത്? എൻ്റെ സ്വന്തം അനിയത്തിയായിട്ടല്ലേ? പ്രസാദേട്ടനും കിരണും ഒക്കെ മോളെന്ന് പറഞ്ഞ ജീവനാ. ഞങ്ങൾക്കൊരു പെൺകുഞ്ഞില്ലാത്തതിൻ്റെ വിഷമം ഇവളെ കാണുമ്പോഴാണ് മാറുന്നത്. ഞാൻ ജോലി കഴിഞ്ഞൊക്കെ വരാൻ ലേറ്റ് ആകുമ്പോഴേക്കേ എനിക്ക് ഒരു ടെൻഷനും ഇല്ലാത്ത അതുകൊണ്ടാ. ചേച്ചി നിങ്ങളൊക്കെ അവിടെ അപ്പുറത്തുണ്ടല്ലോ. നീ സമാധാനമായിട്ട് പോയിട്ട് വന്നേ. എനിക്കറിയില്ല ചേച്ചി, നിങ്ങളപ്പുറത്തില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഈ കുഞ്ഞിനെ വെച്ചിട്ട്. എന്തൊരു സമാധാനമെന്നറിയോ? ഞാൻ ജോലിക്കൊക്കെ പോയിട്ട് ലേറ്റായി വന്നാലും എനിക്കറിയാം നിങ്ങളുടെ അവിടെ സേഫാണ് എൻ്റെ മോളെന്ന്. മതി മതി എന്ന് കഥ പറഞ്ഞത്. അവസാനം നിന്ന് കരയാനല്ലേ? പോവാൻ നോക്കിക്കപ്പോ. പോയിട്ട് വരാം മോളെ, പോയിട്ട് വരാട്ടാ. നമുക്ക് ഭക്ഷണം കഴിക്കാൻ മറക്കല്ലേ? ഞാൻ കൊടുത്തോളാടി. അമ്മ, ഒരു കാര്യമുണ്ട്. എന്താ? ബസിന്റെ ഫീസ്. അശോ ചേച്ചി, ഞാനേ ആ പൈസ എടുത്തിട്ട് നമ്മുടെ ഷോപ്പിലൊരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിയുടെ അമ്മയുടെ എന്തോ ഓപ്പറേഷനാന്ന് പറഞ്ഞിട്ട് കുറച്ചൊന്ന് കൊടുത്തു. അത് സാരമില്ലടി. എത്ര രൂപയാ? 1200. അത് ഞാൻ കൊടുത്തേക്കാം, നീ പോ. ആണോ? മതിയേ, ഇപ്പൊ തൽക്കാലം പോയാട്ടെ. ഭക്ഷണം കഴിക്കണേ തെറ്റാ. പോ നമുക്ക്. കഴിച്ചോ? ഇല്ല, നമുക്ക് അവിടെ പോയി കഴിക്കാം. എന്റെ അമ്മയുടെ ദോശ ഇട്ട് വെച്ചിട്ടുണ്ട്. ആണോ? ആക്കി അടുത്തരാം. കഴിക്കടാ. വിശപ്പില്ലേ? ഉള്ളതല്ലോ. തുമ്പി മോളോ, വാ കഴിക്കാം. വേണ്ട പ്രസാദ്, ഞാൻ ദോശ കഴിച്ചു. എന്നാലും ഒരു വാ കഴിക്കാം. വേണ്ട. അവള് കഴിച്ചിട്ടാണ് ദോശ കഴിച്ചോളെ. അതെ, എക്സാമിന് മാർക്ക് കുറഞ്ഞതിനാ എൻ്റെ അടി കിട്ടുവേ. ഞാൻ എല്ലാം പഠിച്ചു, ഫുൾ മാർക്കും കിട്ടും. പക്ഷെ എനിക്ക് എന്ത് വാങ്ങിച്ചു തരും? ഒരു ഉമ്മ തരാം. അയ്യേ, ചേട്ടന് മാർക്ക് വേണം, എനിക്ക് ഐസ്ക്രീം മതി. ഓ, ഐസ്ക്രീം കുടിച്ചിട്ടാണ് ഇവിടെ പനി തൊണ്ടവേനാന്നൊക്കെ പറഞ്ഞ് സ്കൂളിൽ പോയിരിക്കാം മടിച്ച്. കൊണ്ടോ ലക്ഷ്മി? നീ പോടാ, എൻ്റെ കൊച്ചു മടിച്ചൊന്നുമില്ല. എൻ്റെ കൊച്ചു സ്കൂളിലൊക്കെ പോയി മെഡിക്കായിട്ട് പഠിക്കും. ഇല്ലടാ. തുമ്പി മോക്ക് എത്ര ഐസ്ക്രീം വേണം? പ്രസാദ വാങ്ങിച്ചു തരാം. ഈ കിരണ് കൊടുക്കണം. അയ്യടാ, ഞാൻ കൊടുക്കും. അതൊക്കെ ഓക്കെ. ആ ബസ് പറഞ്ഞതിന് മുന്നേ GK ഇരുന്ന് പഠിക്കാൻ നോക്ക്. ഞാൻ എല്ലാം പഠിച്ചു. എന്നാ പിടിച്ച് കളക്ടർ ആക്കട്ടാ. നോക്കു പ്രസാദ, ചുമ്മാ ഇരടാ. അതെ, ഇതെന്റെ അച്ഛനാ. ചുമ്മാ തുമ്പി മോളച്ഛന്. എന്നാലും ഇതെന്റെ അച്ഛനാ. അല്ല, പ്രസാദ്.
ചുമ്മാ കൊച്ചിനെ വഴക്കുണ്ടാക്കുകയാണ്. ഇത് തുമ്പി മോടെ അച്ഛൻ തന്നെ കേട്ടോ. ശരി, കാണിച്ചു തരാം നിനക്ക്. പെണ്ണിൻ്റെ ഒരു കാര്യം. ആ ഡി, അടുത്ത മാസം തൊട്ട് ഞാൻ ക്ലാസ്സിന് വരുന്നില്ല കേട്ടോ. എന്ത് പറ്റി? നിനക്കറിയാലോ ഞാൻ ഈ ക്ലാസ്സിന് വരുന്നത് എൻ്റെ അമ്മായിമ്മയ്ക്ക് ഇഷ്ടമല്ലെന്ന്. അവർ ഭയങ്കര സീന. അവരോരോന്നൊക്കെ എൻ്റെ ഏട്ടനോട് പറഞ്ഞു കൊടുത്തിട്ട് ഇപ്പം ഏട്ടൻ പറയാ ക്ലാസ്സിന് പോയതൊക്കെ മതി, കയ്യിൽ പുസ്തകം ഇരിപ്പുണ്ടല്ലോ അത് നോക്കി പഠിച്ചങ്ങ് പരീക്ഷ എഴുതാൻ. പറ്റില്ലെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഉടക്കിയതാ. പക്ഷെ വഴക്കുണ്ടാക്കി ക്ലാസ്സിന് വന്ന അമ്മയും മോനും കൂടി എന്നെ നരയിപ്പിക്കും. എന്നിട്ടുള്ള സമാധാനം കൂടി പോകും. അതുകൊണ്ട് ഞാൻ നിർത്തുവാടാ. എടി, ഞാനിപ്പോൾ സാഹചര്യം ഉണ്ടായിട്ടാണോ ഇന്ന് വരുന്നത്? എൻ്റെ മോളെ അയൽപ്പക്കത്താക്കിയിട്ടാണ് ഞാൻ ക്ലാസ്സിന് വരുന്നത്. എങ്ങനെയെങ്കിലും ഈ എക്സാം ഒന്ന് എഴുതി ആ PSC ഒന്ന് എഴുതി ജോലി കിട്ടിക്കഴിഞ്ഞാലേ എൻ്റെ കഷ്ടപ്പാട് മാറുള്ളൂ. അതുകൊണ്ട് ആരെതിർത്താലും നീ എങ്ങനെയെങ്കിലും ഈ എക്സാം എഴുതണം. അതെൻ്റെ റിക്വസ്റ്റ്. അവസാനം നമുക്ക് ഈ ജോലി മാത്രമേ ഉണ്ടാവുള്ളൂ. ആ നോക്കാം. എടി പിന്നെ തുമ്പിമ്പോൾ എങ്ങനെ ലക്ഷ്മി ചേട്ട് അവിടെ നിന്നോളൂ. പിന്നല്ലാണ്ട് എന്നെക്കാളും ഭയങ്കര ഇഷ്ടമാണ് ലക്ഷ്മി അമ്മ എന്ന്. ആ പുള്ളിക്കാരി നല്ല പൊന്നു പോലെ എൻ്റെ മോളെ നോക്കണം. അതാ എൻ്റെ ഒരു ധൈര്യം. എൻ്റെ മനസ്സ് നല്ലതാ. അതാ എനിക്ക് ഇങ്ങനെയുള്ള ആളുകളെ കൂടെ കിട്ടിയ. എൻ്റെ അമ്മായിയമ്മ എൻ്റെ കുഞ്ഞുങ്ങളൊന്നും തിരിഞ്ഞു പോലും നോക്കാറില്ല. അവർക്ക് ആരോടും ഒരു സ്നേഹവും ഇല്ല. ചില ആൾക്കാരൊക്കെ അങ്ങനെയാടി, അനുഭവം വന്നാലേ പഠിക്കുള്ളൂ. അശു സംസാരിച്ചു നിന്ന് സമയമായി. ബസ് പോവും, അവസാനം ഓട്ടോ പിടിച്ച് പോണ്ടി വരും. ചെല്ലു. ശരിടാ, അപ്പൊ നാളെ കാണാം. ടോർച്ച് അടിച്ച് പോണേ. ഇരുട്ടാ. ചേട്ടാ, നാളെ കാണാം. അയ്യയ്യേ, ഈ ചുണ്ട് ഇച്ചിരി മുറിഞ്ഞാനാണോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? ഒരു ഗ്ലാസ് അല്ലേ, അത് കുഴപ്പമില്ല. അച്ഛൻ ചുമ്മാ പറഞ്ഞ അവളെ കാര്യമാക്കണ്ട കേട്ടോ. സാരമില്ല, അറിയില്ലേ? ഇരിക്കടാ. പോട്ട്. ഹലോ. വന്നോ? അയ്യോ, ഇതെന്ത് പറ്റി? അവളൊന്ന് വീണടി. ഞാൻ കടയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും കാണിച്ചു വെച്ച പരിപാടിയാ. ചേട്ടനെ വഴക്ക് പറഞ്ഞൊരു കുഞ്ഞ് ഗ്ലാസ് പൊട്ടിച്ചു. അങ്ങനെ എൻ്റെ സങ്കടത്തിൽ കരയുക. തുമ്പി, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഓടി കളിക്കരുത്, ഒരു ഭാഗത്തിരുന്ന് കളിക്കണമെന്ന്. എന്താടാ അശു? നല്ല അടിയിട്ടാത്തോണ്ടാ പറഞ്ഞ കേൾക്കാത്ത. ഡാ ചുമ്മാരി. ഡി അവൾ ആകെ വിഷമിച്ചിരിക്കാൻ നീ ആയിട്ടൊന്നും പറയണ്ട. ഇനി അവൾ അനുസരിച്ചോളും അല്ലേ തുമ്പി മോളെ? നല്ലോണം മുറിഞ്ഞിട്ടുണ്ടല്ലോ ചേച്ചി. കുഞ്ഞു മുറിവാ. ചേച്ചി എന്നാ ഞങ്ങള് പോട്ടെ. ആങ്കി ചെല്ല്. നമുക്ക് എടി ഇച്ചിരി ചപ്പാത്തിയും കറി ഇരിപ്പുണ്ട്, എടുത്തു തരട്ടെ? ഇനിയിപ്പോ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. വേണ്ട വേണ്ട, നമ്മൾ കുറെ ദിവസമായി ഫലൂഡ കഴിക്കണം എന്ന് പറയുന്നു. ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് കൊടുക്കാം. നമുക്ക് ഇന്ന് ഐസ്ക്രീം കഴിക്കാം. എങ്കിൽ അമ്മയും മോളും കൂടെ എന്താന്ന് വെച്ചാൽ പോയി ചെയ്യും. ഫലൂഡ ലക്ഷ്മി അമ്മയ്ക്ക് കൂടെ തരുമോ? ലക്ഷ്മി ചോദിക്കുന്ന കേട്ടോ, കൊടുക്കാന്ന് പറയാം. ആളാകെ മൂഡ് ഓഫാ. ഞാൻ ഒന്ന് പോയി മൂഡൊക്കെ ശരിയാക്കിയിട്ട് വരാം. പോട്ടെ, പോവാം. ഡാ ഇന്ന് പടി നീ. ഹലോ മാഡം, ഫലൂഡ റെഡി. ഫലൂഡ വേണ്ടേ? എനിക്ക് വേണ്ട അമ്മ. ഇതാരീ പറയണേ? ഫലൂഡ റാണിയോ? ഇന്ന് മിക്കവാറും കാക്കം വളർന്നു പറക്കും. എന്തു പറ്റി? ചെറിയ ചൂടുണ്ടല്ലോ. പനിക്കുണ്ടോ മോൾക്ക്? അമ്മ എനിക്ക് തണുക്കുന്നു. അമ്മ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുവോ? ഒച്ചോ, അമ്മയുടെ തുമ്പിക്കുട്ടനെ അല്ലാണ്ട് അമ്മ വേറെ ആരെ കെട്ടിപ്പിടിക്കാനാ? അമ്മയുടെ മുത്ത് ബാ. എന്തു പറ്റി? മോള് പേടിച്ചു പോയോ വീണപ്പോ? മോളിങ്ങനെ വീണ് ഓടിക്ക് കളിക്കുമ്പോ തട്ടി വീഴുന്നു പേടിച്ചിട്ടല്ലേ അമ്മ പറയണത്, വഴക്ക് പറയുന്നൊക്കെ? എപ്പോഴും അതെ. മോൾക്ക് ഓടിക്കളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സ്പിരിറ്റാ. എവിടെയെങ്കിലും തട്ടി വീണ് പിന്നെ ബാക്കി എൻ്റെ അടങ്ങുള്ളൂ. പക്ഷെ അമ്മ വഴക്കൊന്നും മോള് നിനക്ക് അറിയുന്നേ? അമ്മ എനിക്ക് പേടിയാവുന്നു. എന്തിന്? പനി വന്നേനോ? എന്തു പറ്റിടാ? എന്തിന്റെ മോൾക്ക് അറിയുന്നേ? ആശുപത്രി പോണോ? പിന്നെ എന്തു പറ്റി? എന്താടാ എന്തു പറ്റിയെന്ന് പറഞ്ഞേ തുമ്പി.
എന്നിട്ട് അമ്മ ചോദിക്കട്ടെ, അങ്ങോട്ട് വന്നേ. എന്തിനാ ഇങ്ങനെ കരയുന്നേ? പറ. എനിക്ക് പേടിയാ അമ്മ. പേടിയോ? എന്തിനാ എന്റെ മോള് പേടിക്കുന്നേ? അമ്മേനെയാണോ പേടി? പിന്നെ പറ. അമ്മ എന്നെ ഒരിക്കലും ഒറ്റയ്ക്കാക്കിട്ട് പോവല്ലേ അമ്മ. അയ്യോ, എന്റെ പൂട്ടിനെ അമ്മ ഇവിടെ ഒറ്റയ്ക്കാക്കിട്ട് പോയത്. എനിക്ക് പേടി അമ്മ. എനിക്ക് ദേഹം വേദനിക്കുന്നു. അതെന്റെ പൊന്നുമോള് ഓടിക്കളിച്ചിട്ട് വീണത്തില്ലേ? ഞാൻ വീണിട്ടില്ല അമ്മ. വീണിട്ടില്ലേ? പിന്നെ ഇങ്ങനെ ഈ ചുണ്ട് പൊട്ടിയത്? എന്ത് പറ്റി? പറ, കാര്യം എന്താ തുമ്പി? എന്നെ ലക്ഷ്മി അമ്മ വീട്ടിലേക്ക് വീടല്ലേ അമ്മ. എന്താ ലക്ഷ്മി അമ്മ മോളെ അടിച്ചോ? പ്രസവിച്ച ചീത്ത അമ്മ. പ്രസാദച്ചൻ ചീത്തയെന്ന് പറയാൻ കാരണം? ലക്ഷ്മി അമ്മ ഇല്ലാത്തപ്പോ പ്രസവിച്ച എന്റെ ദേഹത്ത് പിടിച്ച് നോവിച്ചു അമ്മ. ഇത് കണ്ട എനിക്ക് നല്ല പോലെ വേദനിച്ചു. എന്തോ പഠിക്കുന്നു? MS. നാളെ എക്സാം ഉണ്ട്. ഹായ് ചോക്ലേറ്റ്. എനിക്ക് വേണം. എനിക്ക് താ പ്ലീസ്. എനിക്ക് വേണം. എനിക്ക് വേണം ചോക്ലേറ്റ്. ഹായ്. ഇനി ചോക്ലേറ്റ് വേണോ? ഓ, വാ. എന്തിനാ എന്നെ ഒറ്റയ്ക്കാക്കിട്ട് അവിടെ പോയത്? അമ്മ ഒന്നും അറിഞ്ഞില്ലല്ലോ. എന്റെ മോൾക്ക് അപ്പൊ അവിടെ വെച്ചിട്ട് പറയായിരുന്നില്ല അമ്മയുടെ അടുത്ത്? ലക്ഷ്മി അമ്മയോടെങ്കിലും പറയായിരുന്നില്ലേ? പ്രസവിച്ചൻ പറഞ്ഞു ഇതാരെങ്കിലും പറഞ്ഞ എന്നെ കൊന്നു കളയൂന്നമ്മ. ഇനി അവരെന്നെ കൊന്നു പോവും, കൊന്നു കളയുമ്പോ എനിക്ക് പേടിയാവുന്നു. അമ്മയുള്ളതിപ്പം ആരും കൊല്ലാൻ വരാനാ. എന്റെ മോക്ക് അമ്മയില്ലേ? മോള് പേടിക്കണ്ട കേട്ടോ. എന്റെ അമ്മ മോളെ വിട്ടിട്ട് എവിടെയും പോവില്ല. അപ്പൊ ഫുൾ ടൈം കൂടെ അമ്മ എന്റെ കൂടെ എപ്പോഴും കാണണേ അമ്മ. എപ്പോഴും ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും കേട്ടോ. മോള് പേടിക്കണ്ട.
കേട്ടോ. കേട്ടിരിക്കണേ. അമ്മയുടെ തുമ്പി മോളാണ്, സുന്ദരി മോളാണ്. കുടിച്ച്. ഹലോ ഹലോ സാർ, ഞാൻ അല്ല ലീവ് ചോദിക്കാനല്ല സാർ. ഞാൻ നാളെ മുതൽ വരുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ടല്ല സാർ, എനിക്ക് മോളുടെ കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റുന്നില്ല. കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കണം മോളുടെ കാര്യങ്ങൾ. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു. പറയാം. എന്തുവേണ്ടി നീ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? ഞാൻ ലേറ്റായോണ്ടാണ്. ആ സതീശിന്റെ വീട്ടിൽ ചെറിയൊരു പാർട്ടി ഉണ്ടായിരുന്നതാ. നിങ്ങൾ ഇത്രയും വൃത്തിയായിട്ടൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. നിങ്ങളെ പോലുള്ള മൃഗത്തിന്റെ കൂടെ ഇത്ര നാൾ ജീവിച്ചെന്നാലോചിക്കുമ്പോഴേ എനിക്ക് എന്റെ അടുത്ത് തന്നെ വെറുപ്പ് തോന്നുവോ? എന്തൊക്കെയാണ് നീ പറയുന്നേ? നമുക്ക് ഭ്രാന്താണോ? എന്തുകൊണ്ടാ പറയും നിന്റെ അമ്മയ്ക്ക് പറ്റി? താനെന്നെ മോനെന്ന് വിളിക്കരുത്. എനിക്ക് തന്നെ അച്ഛനെന്ന് പറയാൻ തന്നെ നാണക്കേടാ. നിങ്ങളെ അച്ഛൻ നല്ലിയോടോ ഇത്ര നാൾ വിളിച്ചത്? കൊച്ചിനോട് ഇത്രയും ദ്രോഹം കാണിക്കാൻ എങ്ങനെ തോന്നിയോടോ മഹാഭാവി നിങ്ങൾക്ക്? ഓരോ കിളവന്മാരെ ട്രെയിനിലും ബസ്സിലും കിടന്ന് കാണിക്കണ്ടി ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ അച്ഛൻ ഇതേപോലെ ആയിരിക്കുമെന്ന്. എങ്ങനെ തോന്നി വെച്ചാ കൊച്ചിനോട് ഇങ്ങനെ കാണിക്കാൻ? എനിക്ക് അച്ഛനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. എടാ, ആ കൊച്ചു മഹാ കള്ളിയാ. ക്ലാസ് താഴെ വീട് പൊട്ടിച്ചതിന് ഞാൻ അവളെ വഴക്ക് പറഞ്ഞതാ. അതിന് കള്ളം പറയുമോ? അത് ഇനിയൊരു അക്ഷരം വിട്ട് തന്നെ ഞാൻ കൊന്നാളെ. എൻ്റെ അമ്മയെ തൊട്ടാണ്ടല്ലോ തൻ്റെ കൈ ഞാൻ വെട്ടും. ആ പാവം പെണ്ണ് നമ്മളെയൊക്കെ വിശ്വസിച്ച് ആ പിഞ്ചു കുഞ്ഞിന്റെ ഇവിടെ ഏൽപ്പിച്ചിട്ടല്ലേ ഇവിടെ പോകുന്നത്? നമ്മളെ ആശ്രയിക്കുന്നവരോട് ഇങ്ങനെ ക്രൂരത കാണിക്കുന്ന തന്നെ പോലുള്ളൊരു ഭർത്താവിനെ എനിക്ക് വേണ്ട. നിങ്ങൾ വേറെ എന്ത് ചെയ്താലും ഞാൻ ക്ഷമിച്ചേനെ, പക്ഷെ ഇത് ഞാൻ ഈ ജന്മം ക്ഷമിക്കൂല. ഒരു പിഞ്ചു കുഞ്ഞിനോടൊക്കെ കാമം തീർക്കുന്ന തന്നെ പോലൊരു ഭർത്താവിനെ എനിക്ക് എന്തിനാണോ? എനിക്ക് വേണ്ട. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഞാൻ എന്തിനാ പിന്നെ ഇവിടെ നിൽക്കുന്നത്? ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയേക്കാം. നിങ്ങൾ അമ്മയും മോനോട് എങ്ങനെയൊക്കെ ജീവിച്ചോ. ഹലോ, എവിടെ പോണ്? പോലീസ് ഇപ്പൊ വരും, അവരോട് പോയാ മതി. പോലീസോ? ആര് വിളിച്ചു പോലീസിനെ? ഞാനാ വിളിച്ചേ. എന്റെ കുഞ്ഞിനെ താൻ എന്താണോ ചെയ്തത്? തന്നെണ്ടല്ലോ, തന്നെ ഞാൻ കൊല്ലാതെ വിടുന്ന എന്താണെന്നറിയോ? തന്നെ ഞാൻ കൊന്ന് ജയിലിൽ പോയിട്ട് വന്ന എന്റെ മോൾക്ക് പിന്നെ ആരും ഇല്ലാണ്ട. അതുകൊണ്ടാ അത് നിഴല് പോലും എന്റെ മോളുടെ മേലെ വീണോരുത്. നേരെ അനുഭവിക്കാൻ പോന്നേ ഉള്ളൂ. ചെയ്തതിനൊക്കെ എണ്ണി എണ്ണി താൻ മറുപടി പറയേണ്ടി വരുവോടോ? സാറേ ഒരു മിനിറ്റ്, എനിക്ക് കുറച്ച് സമയം തരും. എന്റെ മോൾ അപ്പുറത്ത് കിടന്ന് ഉറങ്ങുക. അവളൊന്നും ഞാൻ വിളിച്ചോണ്ട് വന്നോട്ടെ. ആ കുഞ്ഞു മനസ്സിലേറ്റ മുറിവ് ഉണങ്ങണമെങ്കിൽ ഇയാളെ പോലീസുകാർ പിടിച്ചോണ്ട് പോണത് എന്റെ മോള് കാണണം. അതിനുള്ള സമയം എനിക്ക് സാർ തരണം പ്ലീസ്. ശരി, നിങ്ങൾ കുട്ടിയെ വിളിച്ചിട്ട് വാ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. താങ്ക് യു സാർ. ഇരിക്കണോ? സാറേ, ഞാൻ ഒന്നും ചെയ്തില്ല സാറേ. മിണ്ടരുത്.
നോക്ക്, മോളെ ഉപദ്രവിച്ചോണ്ടാ അയാളെ പോലീസ് പിടിച്ചോണ്ട് പോയത്. ഇനി അയാളൊന്നും ചെയ്യത്തില്ല കേട്ടോ. മോള് പേടിക്കണം, ആരും ഒന്നും ചെയ്യൂല. ചേച്ചി ഞങ്ങൾ ഇവിടുന്ന് പോവാ. എങ്ങോട്ടടി? എവിടേക്കെങ്കിലും. ഈ പേടിപ്പിക്കുന്ന അറ്റ്മോസ്ഫിയറിൽ ഇനി മോള് വളർന്നു കഴിഞ്ഞാൽ ആൾക്കൊരുമാതിരി ട്രോമ പോലെയോ ടെൻഷൻ ഇരിക്കും. അതൊന്ന് മാറ്റണം. എവിടേക്കെങ്കിലും പോവാന്ന് വിചാരിക്കാം. എടി, ഒളിച്ചോടേണ്ടത് നീയും കുഞ്ഞും അല്ല. ഈ സമൂഹത്തിൽ വളരാനുള്ള അധികാരം കുഞ്ഞിനുണ്ട്, അവകാശമുണ്ട്. ഒളിച്ചോടി നീ എത്ര നാൾ ഓടും? ഈ ലോകത്ത് നല്ല മനുഷ്യരും ചീത്ത മനുഷ്യരും ഒക്കെ ഉണ്ട്. അവരുടെയൊക്കെ പേടിക്കാതെ വളരാനാ പഠിപ്പിക്കേണ്ടത്. നിങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല, നിങ്ങൾ ഇവിടെ വേണം. ഞാനുണ്ട് നിങ്ങൾക്ക്. ചേച്ചി